ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ബ്രെഡും പാലൊക്കെ വെച്ചിട്ടുള്ള നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ 10 ഗ്രാം ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 3 ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ മിക്സി ജാറിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാലാണ് ചേർക്കുന്നത്, അഥവാ 500 ml പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനൊരു സോസ് പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ മിൽക്കി മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പാലൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാല് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒന്നിക്ക് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മിൽക്കി ബാറിൻ്റെ 20ൻ്റെ 2 പാക്കറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റാണ് കുറച്ചുകൂടി ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർക്കുന്ന സമയത്ത് പാലും ചൈന ഗ്രാസും ഒരേ ചൂട് തന്നെ ആയിരിക്കണം. അപ്പോൾ രണ്ടും നന്നായിട്ട് തിളച്ചിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് നേരം കുക്ക് ചെയ്ത് വറ്റിച്ചെടുക്കണമെന്നില്ല. നന്നായിട്ടൊന്ന് തിളച്ചിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടോടെ തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഇതിൻ്റെ മേലെയുള്ള ബബിൾസൊക്കെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി മാറ്റാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ പുഡിങ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കഴിക്കുന്ന സമയത്ത് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.